നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ശശി തരൂരിനെ മുന്നിൽ നിർത്തി കോൺഗ്രസിൽ അന്തഛിദ്രം ഉണ്ടാക്കാനുള്ള ശ്രമം വിജയിച്ചതോടെ പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രഹസ്യ ചർച്ച നടന്നതായി വിവരം. എറണാകുളത്ത് നടന്ന ഇൻവെസ്റ്റ് കേരള മീറ്റിനിടയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താൻ സാധ്യതയില്ലെന്നും ഇടതുമുന്നണിയുമായി ധാരണയുണ്ടാക്കുന്നത് നല്ലതെന്ന് ലീഗിന് മുഖ്യമന്ത്രി ഉപദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. പാണക്കാട് തങ്ങളെ പിണറായി കാണാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണ് തരൂരിന്റെ അഭിമുഖ വിവാദത്തിൽ മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചത്. നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൌരവമായി പരിഗണിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല എന്നത് സ്വാഭാവിക കാര്യമാണെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത്. മുന്നണിയിൽ പ്രശ്നം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത് അപ്പോൾ നോക്കാമെന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമുണ്ടായിട്ടുണ്ട്. തരൂർ അതിരുവിടരുതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. UDFിനെ അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് മറുചേരിയുടെ നിലപാട്. ഇതിനിടെ നേതൃത്വ പ്രശ്നം കോൺഗ്രസ് വേഗം പരിഹരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ലെന്നും നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നുമാണ് തരൂരിന്റെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ആവശ്യം പാർട്ടി കേട്ടില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന രീതിയാണ് തരൂർ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ഇതിന് വഴങ്ങേണ്ടെന്നാണ് മുഖ്യമന്ത്രി പദം നോട്ടമിടുന്ന നേതാക്കളുടെയും അനുകൂലികളുടെയും നിലപാട്. പരസ്യമായി പ്രതികരിച്ചും LDF സർക്കാരിനെ പ്രശംസിച്ചും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരുക്കമല്ല. തരൂരിനെ പോലെ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് സംസ്ഥാനത്തെ നേതാക്കളെന്നാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം. ജനപ്രീതിയിൽ ഒന്നാമനെന്ന് തരൂരിന്റെ വാദവും തള്ളുന്നു. എന്നാൽ അതിരുവിടരുതെന്ന് ഉപദേശിക്കുമ്പോഴും KPCC അധ്യക്ഷൻ K സുധാകരൻ തരൂരിനോടുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നില്ല. തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തരൂരിനെ പുകച്ചു പുറത്ത് ചാടിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു. തരൂരിനെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുണ്ട്. ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ആരെന്നതല്ല, UDF സർക്കാർ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്നാണ് തരൂർ കൂടി നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടുള്ളവരുടെ പക്ഷം. അതേസമയം നേതൃത്വ പ്രശ്നം അടക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലെ കടുത്ത അതൃപ്തിയിലാണ് ലീഗ്. ഈ നിലപാടും പരിഗണിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ശശി തരൂരിന്റേത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്നാണ് AICC വിലയിരുത്തൽ. തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് AICC വിലയിരുത്തുന്നത്. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിലാണ് AICCയുടെ നിലപാട്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കോൺഗ്രസ് മുന്നറിയിപ്പുമായി ശശി തരൂർ രംഗത്തെത്തിയത്. കേരളത്തിൽ നേതൃപ്രതിസന്ധിയെന്നും കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമനും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് തരൂരിന്റെ മുന്നറിയിപ്പ്. വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും പാർട്ടി പിന്തുണ ആവശ്യമെന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ശശി തരൂരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നും കൂടെ നിർത്തണമെന്നും K മുരളീധരൻ പ്രതികരിച്ചു. തരൂർ പരിധി വിട്ടിട്ടില്ലെന്നും തരൂരിന്റെ സേവനവും പാർട്ടി പ്രയോജനപ്പെടുത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തും മുമ്പ് നടന്ന അഭിമുഖമാണെന്ന് മനസ്സിലാക്കുന്നതാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും ചെന്നിത്തല പറയുന്നു. അതേസമയം ശശി തരൂരിന്റെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി തരൂർ രംഗത്തെത്തി. ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളിൽ കൂടുതൽ എണ്ണയൊഴിക്കാനില്ലെന്നും 45 മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞെന്നും തരൂർ പറഞ്ഞു. ഇനി അനുനയ നീക്കത്തിനില്ലെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ MP പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ വ്യക്തമാക്കി. പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും. ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത്. ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നു. എന്റെ അഭിപ്രായങ്ങളോട് ജനങ്ങളിൽ നിന്ന് മോശമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പാർട്ടിയിൽ അതുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എതിരാളികളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ എന്നോട് ചോദിക്കുന്നു. അതെ, അവർ നമ്മുടെ എതിരാളികളാണ്. പക്ഷേ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കണം. ഞാനൊരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നത്. സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകൾ എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞാൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികൾ
പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം ഇതാണ്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമനും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ഘടകകക്ഷികൾ തൃപ്തരല്ലെന്നും ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലെന്നുമാണ് തരൂരിന്റെ തുറന്നു പറച്ചിൽ. സ്വതന്ത്ര അഭിപ്രായ സർവേകളിൽ കേരളത്തിൽ ജനസമിതിയിൽ താനാണ് മുന്നിലുള്ളത്. പാർട്ടിക്ക് ആവശ്യമാണെങ്കിൽ ഒരു ജനസമിതി ഉപയോഗപ്പെടുത്താം. പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല. പാർട്ടി പിന്തുണയേക്കാൾ അധികം വോട്ടുകൾ തിരുവനന്തപുരത്തെ മത്സരത്തിൽ തനിക്ക് കിട്ടി. 2026 തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇതേ രീതി പിന്തുണയ്ക്കണമെന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിലെത്തിയതെന്നും തരൂർ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഈ അഭിമുഖം നടന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനെ മുന്നിൽ നിർത്തിയാണ് പിണറായി തുടർ നീക്കങ്ങൾ നടത്തുന്നത്. ഒരു തവണ കൂടി ഭരണം കിട്ടിയാൽ തുടക്കത്തിൽ താൻ മുഖ്യമന്ത്രിയായ ശേഷം ഭരണം റിയാസിനെ ഏൽപ്പിക്കാനാണ് നീക്കം. ഇത്രയും കാലം ഭരിച്ചിട്ടും പൂതി തീർന്നില്ലെന്ന് ചുരുക്കം. തന്റെ കാര്യം സേഫായതോടെ മരുമകന്റെ കാര്യം സേഫാക്കാനാണ് നീക്കം. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം പരമാവധി ഉപയോഗിച്ചാണ് നീക്കം സജീവമായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം RSSന്റെ ബി ടീം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ലീഗിനെ കണ്ടുവച്ചാണ്. ഇതിൽ UDFിലെ മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് അതൃപ്തിയുണ്ട്. കോൺഗ്രസിലും ലീഗിലും അസംതൃപ്തരുണ്ട്. UDFിൽ അസംതൃപ്തിയുള്ള വ്യക്തികൾ ഇടതുപക്ഷത്തേക്ക് വരും. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി BJP ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്നവരുമായി ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുന്നു. ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ UDFിലുള്ളവർക്ക് അസംതൃപ്തി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്കെതിരായ ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ശരി. UDFിന് വോട്ട് ചെയ്യുന്നവർ ഭാവിയിൽ ആ നിലപാട് തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയിലും ധാരാളം പ്രതികരണങ്ങളും ഉണ്ടായി. ലീഗ് വർഗീയ പാർട്ടി അല്ലെങ്കിലും എതിർചേരിയിലുള്ള ലീഗിനെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി നടക്കുന്നത് അപക്വമായ ചർച്ചകളെന്നാണ് CPI നിലപാട്. MV ഗോവിന്ദന്റെ പ്രസ്താവനയും ചർച്ചകളും അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ കുറ്റപ്പെടുത്തൽ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ലെന്നും വർഗീയതയ്ക്കെതിരെ ആരുമായി കൂട്ടുകൂടുമെന്നും രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല എന്നുമായിരുന്നു MV ഗോവിന്ദൻ ആദ്യം പറഞ്ഞത്. ലീഗിനെ പുകഴ്ത്തിയുള്ള MV ഗോവിന്ദന്റെ പരാമർശങ്ങളിൽ CPI സംസ്ഥാന നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പുറത്തുവന്ന ലേഖനത്തിൽ കോൺഗ്രസിനെ പരസ്യമായി വിമർശിച്ചതും വിവാദമായി. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളിൽ ലീഗിനുള്ള അതൃപ്തി പരസ്യമായിരിക്കുകയാണ്. ഇതോടെ നേതൃത്വം കോൺഗ്രസിനെ തള്ളിപ്പറയുന്നില്ലെങ്കിലും പരസ്പരം പഴിചാരലും വെട്ടിനിരത്തിലുമായി മുന്നോട്ടു പോയാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഗുജറാത്ത് വ്യക്തമാക്കുന്നതായി ചന്ദ്രികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുസ്ലിം ലീഗ് UDF മുന്നണി വിടുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ നേരത്തെ MV ഗോവിന്ദന് ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയുള്ള CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ കുരുങ്ങാതെയാണ് പാണക്കാട് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇതിനോട് പ്രതികരിച്ചത്. MV ഗോവിന്ദൻ പറഞ്ഞതിനെ ഇടതുമുന്നണിയിലേക്കുള്ള ക്ഷണമായി കാണുന്നില്ലെന്നും ലീഗ് UDFന്റെ അവിഭാജ്യ ഘടകമാണെന്നും പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. ഏതായാലും ലീഗ് CPI ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. സംസ്ഥാന മുജാഹിദ് തുടങ്ങിയ സംഘടനകളെ ഒപ്പം നിർത്തി മുന്നണിയിലേക്ക് വരാൻ ലീഗിനെ നിർബന്ധിതമാക്കുക എന്ന ഐഡിയയാണ് പിണറായി സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഇതാണ് തെളിയിക്കുന്നത്. ഇതിന് ശശി തരൂരിന്റെ പിന്തുണയുണ്ട് എന്നതാണ് രസകരമായ കാര്യം. തരൂർ കോൺഗ്രസ് വിട്ടാൽ CPM അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് മന്ത്രിയാക്കുമെന്നാണ് വാഗ്ദാനം. ലീഗിന് മുന്നണിയിലെത്തിക്കണം എന്നത് മാത്രമാണ് CPMന്റെ ആവശ്യം. ചെന്നിത്തല, സതീശൻ, KC ആർത്തിയിൽ അത്രയേറെ രോഷാകുലരാണ് ലീഗ് നേതാക്കൾ.